പിന്നെ ഇപ്പോൾ ശ്രീനാഥ് ബാസിയുടെ കൊറിയോഗ്രാഫ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് വേറെ തരത്തിലുള്ള ഒരു ക്യാരക്ടേഴ്സ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മുണ്ടോ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു നാടൻ ആ ഒരു സെലക്ഷൻ ഞാൻ പറഞ്ഞ അത് സ്വയം ഇപ്പോൾ സെലക്ട് ചെയ്യാൻ തുടങ്ങിയതാണോ അതോ അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണോ? No, I mean, I don't know. I'm still trying to അത് എന്താ പറയുക ഇപ്പോഴും മുണ്ടെടുക്കാൻ കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് അല്ല അതിപ്പോൾ ഈ ഒരു ഇത്രയും ഒരു 10 വർഷം 12 വർഷത്തെ ഒരു യാത്ര കഴിഞ്ഞപ്പോൾ ഇനി ഒരു മാറ്റം അല്ലെങ്കിൽ ഇനി ഞാൻ ഇതിനൊരു ശ്രമം നടത്താമെന്ന് സ്വയം അങ്ങനെ ഒരു ആക്ടർ എന്ന രീതിയിൽ ഒന്ന് വേറെ തരത്തിലോട്ട് സഞ്ചരിക്കുന്നതാണോ? അതെ, എനിക്ക് തോന്നുന്നു ആദ്യം ബോറടിക്കുന്ന എനിക്കായിരിക്കില്ലേ. ഇമേജ് അല്ലേ, പെർസീവ്ഡ് ഇമേജ് അല്ലേ, നമ്മൾ കാണുന്ന ഒരു സാധനമല്ലേ. അപ്പം ഞാൻ കുറച്ച് കൊല്ലങ്ങളായിട്ട് അതിന് ഇടയ്ക്കിടയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഐ എം ഗെറ്റിംഗ് മോർ റോൾസ് ഇപ്പോൾ കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് താല്പര്യം എനിക്കില്ലേ. എസ്പെഷ്യലി അങ്ങനത്തെ ഒരു ഫിലിമാണെങ്കിൽ ഇപ്പോൾ ആൾക്കാർ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോഴും ദേ ഓൾവേസ് ഓക്കെ ഇതിന് അവൻ കറക്റ്റായിരിക്കും. ഐ ലൈക്ക് ദി ഓപ്പോസിറ്റ്. അപ്പോൾ അത് ചിലപ്പോൾ വർക്കാവും ഭയങ്കര ഭംഗിയായിട്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനമായിരിക്കും ഒരാൾക്ക് തരാൻ സാധിക്കുന്നത് ചിലപ്പോൾ. അപ്പോൾ ഇപ്പോൾ വൈറസിൽ എനിക്ക് എന്നെ ആരും ഡോക്ടറാക്കി. സോ ഇറ്റ് വാസ് ഫൺ ടു ഡു ദാറ്റ് ആ ഒരു എന്താ പറയുക കാസ്റ്റിങ്ങിൽ വളരെയധികം വിശ്വസിക്കുന്നതാണ്. അപ്പം എനിക്ക് അങ്ങനെ കോൺഷ്യസ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലത്. നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ നല്ല നല്ല കഥാപാത്രങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഐ ട്രൈ ടു അല്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സോളോ ആണെങ്കിൽ ആ ഹീറോനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ സിനിമയുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് അതിൻ്റെ ഒരു ടെൻഷനാണോ അത് കൂടുതൽ അതൊരു എൻജോയ് ചെയ്യാണോ കൂടുതൽ ചെയ്യാറുള്ളത്? രണ്ട് രീതിയിൽ എടുക്കാമല്ലോ. അല്ല നമ്മുടെ സോളോ എന്ന് പറയുമ്പോൾ അതൊരു റെസ്പോൺസിബിലിറ്റി ആണ്, എന്നാൽ വേറെ തരത്തിൽ അതിനൊരു എൻജോയ്മെന്റ് വെയിറ്റ് ചെയ്ത് തോളത്ത് വെച്ചിട്ട് പോകാനായിട്ട്. ദാറ്റ്സ് ട്രൂ. അങ്ങനെയല്ല, ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബ്ലെസ്സിങ് ദാറ്റ് യു ഗെറ്റ് ടു മേക്ക് എ ഫിലിം. ഇങ്ങനെ കഥകൾ പറയാനും സിനിമ ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു വളരെ വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഞാൻ എത്രയൊക്കെ ഇതിന്ന് പേടിച്ച് മാറിയാലും എൻ്റെ ജോലിയാണ്. സോ ഐ ഹാവ് ടു ഇറ്റ്സ് ഹാർഡ് ടു എന്താ പറയുക വെയിറ്റും ടെൻഷനൊക്കെ ഉണ്ടാകുന്നൊരിക്കലും യു ഡോണ്ട് റിയലി തിങ്ക് അബൌട്ട് ഇറ്റ്. അതിലൊന്നും ഡൊല്ലാണ്ടിരിക്കലാണ് എൻ്റെ ജോലി ബേസിക്കലി. ഐ ട്രൈ ടു ടേക്ക് കെയർ ഓഫ് ദിസ് ഗായ്. അപ്പോൾ ഇറ്റ്സ് ഇപ്പോൾ എപ്പോഴും എന്താ പറയുക വിജയം ഒരു കർവാണെന്നും നഷ്ടം എപ്പോഴും ഡ്രൈവിംഗ് സീറ്റിലിടണം എന്നുള്ളൊരു വിശ്വാസം എനിക്ക് എപ്പോഴും. ഐ ട്രൈ ടു കീപ് മൈ സെൽഫ് ഗ്രൗണ്ടഡ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ വലിയ ടെൻഷനായിട്ട് തോന്നും. ഇപ്പോൾ അളിയനോട് ചോദിച്ച പോലെ ഐ ഡോണ്ട് ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ്. അതാണ്. അപ്പോൾ എന്തായാലും 21-ാം തീയതിയാണ് റിലീസ്. അപ്പോൾ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് എല്ലാവരും അതൊരു ഫാമിലി ആയിട്ട് കാണാൻ കഴിയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വരണം, സിനിമ കാണണം. ഒരു നല്ല താരനിര പോലെ തന്നെ ശ്രീനാഥ് ബാസി, ചെമ്പൻ ജോസ്, സുധി കോപ്പ, സെന്തിൽ, പിന്നെ അസീസ് നെടുമങ്ങാട്, പ്രിയംവദ കൃഷ്ണൻ, പിന്നെ ബംഗാളി ആർട്ടിസ്റ്റായ പൂജാദേവ്, ഒപ്പം തന്നെ ബംഗാളികളായിട്ടുള്ള ഒരു 14 ആർട്ടിസ്റ്റുകൾ വേറെ അഭിനയിച്ചിട്ടുണ്ട്. ടോട്ടലായിട്ടൊരു ട്രാവലായിട്ടുള്ളൊരു ഭയങ്കരമായ ബ്ലാസ്റ്റുകളൊന്നും ഇല്ലെങ്കിലും വളരെ മനോഹരമായി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കുടുംബം ഒത്തിരുന്ന് കാണാൻ പറ്റുന്നൊരു ചിത്രമാണ്. അപ്പോൾ എല്ലാവരും വരണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, വിജയിപ്പിക്കണം. അതാണ് ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. ശ്രീനാഥ് ബാസി നമ്മൾ കഴിഞ്ഞ വർഷം മഞ്ഞുമല്ല സുഭാഷായിട്ടാണ്, ഇനിയിപ്പോൾ ഈ വർഷം ഒരു തുടക്കം വരുന്നു. ഐ ഹോപ്പ് ഐ വിൽ ഗെറ്റ് ടു ഡു ഡിഫറെൻറ്റ് റോൾസ്. ഇതുപോലെ ഇപ്പം മഞ്ഞുമലിൻ്റെ ഷൂട്ട് കുറേ സമയം എടുത്തപ്പോൾ ബാക്കിയുള്ള പടങ്ങളും ഇത് ഇതിന് മുൻപ് തീർത്ത പടമാണ് ബിഫോർ മഞ്ഞുമൽ ഫിനിഷ് ചെയ്ത സിനിമ. അപ്പം ഇറ്റ്സ് എ ബ്ലെസ്സിങ് ദാറ്റ് യുവർ ഫിലിംസ് ഗെറ്റ് എ റിലീസ്. അപ്പോൾ ഐ എം താങ്ക്ഫുൾ ടു all my films so that we can bring this out, we have an opportunity to, കാരണം it's difficult to make ഇങ്ങനത്തെ പടങ്ങൾ and to have release അല്ലേ. It's very and ഇപ്പോൾ പറഞ്ഞ പോലെ it's a very humble cast. നമ്മൾ എല്ലാവരും it's a blessing to work with all of them. അപ്പോൾ പമ്പ് ചേട്ടൻ പറഞ്ഞാൽ I hope people will have a great time.